എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മെയ് മാസം 14 സംഭവിക്കുന്ന വ്യാഴമാറ്റത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വ്യാഴത്തിൻ്റെ മാറ്റം നമ്മുടെ ജീവിതമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു. വ്യാഴത്തിൻ്റെ ചാരവശാൽ 3, 6, 12, 8 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം മോശം ഫലങ്ങളും, അതുപോലെ തന്നെ 2, 5, 7, 9, 11 എന്നീ ഭാവങ്ങളിലുള്ള സഞ്ചാരം വളരെ നല്ല ഫലങ്ങളും ചാരവശാൽ നൽകുന്നു. വ്യാഴത്തിന് സർവേശ്വരകാരൻ എന്നാണ് പറയുന്നത്. എല്ലാ ഗ്രഹങ്ങളുടെ അധിപൻ. എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും പ്രാധാന്യവും ശുഭത്വവും കൽപ്പിക്കപ്പെടുന്നത് വ്യാഴത്തിനാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ ഒരു സഞ്ചാരം മെയ് മാസം 14 എപ്രകാരമാണെന്ന് നോക്കാം. മെയ് മാസം 14 രാത്രി 10:35 ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. എന്നാൽ പതിവിന് വിപരീതമായിട്ട് സാധാരണ വ്യാഴം ഒരു വർഷമാണ് ഒരു രാശിയിൽ സംക്രമിക്കുക. എന്നാൽ ഈ പ്രാവശ്യം മെയ് മാസം 14 മിഥുനം രാശിയിൽ പ്രവേശിക്കുന്ന വ്യാഴം മിഥുനം രാശിയിൽ നിന്ന് അതിചാരം സംഭവിച്ച് 2025 ഒക്ടോബർ മാസം 19 അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു. കർക്കിടകൻ രാശിയിൽ നവംബർ 11 വരെ തുടരുന്ന ഏകദേശം ഒരു മാസം തുടരുന്ന വ്യാഴം അവിടെ നിന്ന് ആ രാശിയിൽ തന്നെ വക്രം പ്രാപിക്കുന്നു. കർക്കിടകത്തിൽ വക്രത്തിലാവുന്നു. ഏകദേശം ഒരു മാസക്കാലം നവംബർ 11 മുതൽക്ക് ഡിസംബർ 5 വരെ അവിടെ തന്നെ വക്രം പ്രാപിക്കുന്നു. ശേഷം മിഥുനം രാശിയിലേക്ക് തിരിച്ചു വരുന്ന വ്യാഴം അവിടെയും വക്രഗതിയിലാണ് ഡിസംബർ 5 മുതൽക്ക് മാർച്ച് മാസം 11 വരെ തുടരുന്നത്. മാർച്ച് 11 നേർഗതിയിലാവുന്ന വ്യാഴം ജൂൺ മാസം 1 വരെ മിഥുനം രാശിയിൽ നേർഗതിയിൽ സഞ്ചരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 5 മാസം, ആദ്യ 5 മാസം നേർഗതിയിലും പിന്നീട് ഒരു മാസം അതിചാരം സംഭവിച്ച് കർക്കിടകൻ രാശിയിൽ നേർഗതിയിലും, പിന്നീട് ഏകദേശം 4 മാസക്കാലം വക്രഗതിയിലും, പിന്നീട് 3 മാസക്കാലം നേർഗതിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ വക്രവും അതിചാരമൊക്കെ മാറി മാറി വരുന്നൊരു അവസ്ഥ നമുക്ക് ഈ ഒരു രാശിമാറ്റത്തിൽ കാണാം. വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് നോക്കാം. മകയിരത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും തിരുവാതിരയും പുണർദം ആദ്യ 3/4 ഭാഗവും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് വ്യാഴം 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതുപോലെ തന്നെ ശനി ഭാഗ്യസ്ഥാനത്തിലും ആയിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ 12 വ്യയ ശയനഭാവമാണെങ്കിൽ ശനി ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ടിട്ട് അത്രയും ദുരിതങ്ങൾ 6, 8, 12 ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളൊന്നും ഈ രാശിക്കാർക്ക് അനുഭവപ്പെട്ട് കാണില്ല. വർദ്ധിച്ച ചിലവുകൾ അനുഭവപ്പെട്ട് കാണും. എന്നാൽ പോലും ആ വ്യാഴത്തിൻ്റെ ദുസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ആ ഫലങ്ങൾ ഒരു പരിധിവരെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് കഴിഞ്ഞ വർഷം ഇവർക്കുണ്ടായിരുന്നത്. ശനിയുടെ സ്ഥിതിയാണ് അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായി ആ സമയം മാറാൻ കാരണം. അല്ലെങ്കിൽ ഒരു ദോഷമുള്ളൊരു സമയമായിട്ട് വരേണ്ടതായിരുന്നു. എന്നിരുന്നാലും ഇവർക്ക് അല്പം പുരോഗതിയൊക്കെ വന്നുവെങ്കിൽ പോലും ഇവർ വിചാരിച്ച പോലെ ഈ രാശിക്കാരുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് കാര്യങ്ങൾ ശരിയായിട്ടില്ല. അപ്പോൾ ഒരു സമയം അനുകൂലമായിട്ട് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഈ രാശിക്കാർ ഇരിക്കുന്നത്. അപ്പോൾ അവർക്ക് ശനി ഭാഗ്യസ്ഥാനത്ത് നിന്ന് മാറി എന്നുള്ളതാണ് ഇവർക്കൊരു പ്രതികൂല ഘടകം. എങ്കിലും അവർക്കൊരു പരിധിവരെ ഇവരുടെ ചെയ്തു വന്ന തൊഴിലിലും ബിസിനസ്സിലൊക്കെ കാര്യമായിട്ടുള്ളൊരു അഭിവൃദ്ധി കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് നിശ്ചയമായി ഉണ്ടാക്കി കാണണം. എന്നാലും ഇപ്പോഴത്തെ വ്യാഴത്തിൻ്റെ മാറ്റം ജന്മരാശിയിലേക്കാണ് എന്നുള്ളതും കണ്ടകശനി ദോഷമുണ്ട് എന്നുള്ളതും കൂടി നോക്കുമ്പോൾ അല്പം ഒരു പ്രതികൂലമായിട്ടുള്ള സമയമാണ് ഇവർക്ക് മുമ്പോട്ട് വരുന്നത്. എങ്കിലും അത്ര കണ്ട് വിഷമിക്കാനില്ല. അതിനകത്ത് ആ കാലയളവ് ഒരു വർഷം മൊത്തം അങ്ങനെ നിൽക്കുന്നില്ല. അതിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം. ഇവർക്ക് മെയ് മാസം 14 മുതൽക്ക് പൊതുവിൽ പറയുകയാണെങ്കിൽ ഒരു വർഷത്തേക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. കണ്ടകശനി ദോഷവും കൂടി 10ാം ഭാവത്തിലേക്കാണ് വരുന്നത്, കർമ്മസ്ഥാനത്തേക്കാണ് വരുന്നത്. അപ്പോൾ കർമ്മപരമായ അരിഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതുകൊണ്ടിട്ട് പൊതുവിൽ അവരുടെ എന്താ പറയുക, ക്ഷമയും സഹിഷ്ണുതയൊക്കെ ഒന്ന് വേണ്ടൊരു സമയമായിട്ടാണ് പോകുന്നത്. കഴിഞ്ഞൊരു വർഷം അവർക്ക് അത്ര കണ്ട് പ്രതിസന്ധി ഇല്ലായിരുന്നെങ്കിൽ കൂടി ഇപ്പോൾ ഈ ഒരു മാറ്റം അല്പം പ്രതികൂലമായിട്ട് 2 ദോഷം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു പ്രതികൂലത അതിനകത്ത് വരുന്നുണ്ട്. വ്യാഴത്തിൻ്റെ വക്രഗതിയിൽ മാറ്റങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ ശാരീരിക മാനസിക ആരോഗ്യത്തേക്ക് പ്രതികൂലമായിട്ട് ബാധിക്കാൻ സാധ്യത. കണ്ടകശനി ദോഷം പൊതുവിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മുടെ ബയോകെമിസ്ട്രി, ബ്ലഡിൻ്റെ ബയോകെമിസ്ട്രി, കൊളസ്ട്രോൾ, ഷുഗർ,
അങ്ങനെയൊക്കെ മാറാനുള്ള സാധ്യത, പ്രതികൂലമായിട്ട് മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കുക, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കണ്ടകശനി കാലമായതിനാൽ ജീവിത പങ്കാളിയായിട്ടും ബന്ധുക്കളായിട്ടൊക്കെ അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട്. കണ്ടകശനി കാലങ്ങളിൽ പൊതുവിൽ 7 വരുമ്പോൾ പ്രത്യേകിച്ചും, നമ്മൾ ഇത് 10-ലാണെങ്കിലും കുറച്ചൊക്കെ സാധ്യതകളുണ്ട്. ജീവിത പങ്കാളിയുടെ അഭിപ്രായ ഭിന്നതകൾക്കും ബന്ധുക്കളുമായിട്ടും ഒക്കെ അഭിപ്രായ ഭിന്നതകൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക. 10-ലാണ് കണ്ടകശനി വരുന്നത്, കർമ്മസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ കർമ്മ രംഗത്ത് അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്ത് നമ്മളുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെടുന്ന പോലൊരു തോന്നൽ നമുക്ക് വരാം. കഴിഞ്ഞ 1 വർഷം 2.5 വർഷമായിട്ട് ശനി അവിടെ നിൽക്കുമ്പോൾ, 9-ാം ഭാവത്ത് നിൽക്കുമ്പോൾ കർമ്മരംഗത്ത് ഒരു അഭിവൃദ്ധി വന്നുവെങ്കിൽ, ഇപ്പോൾ നമുക്ക് ആ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു കുറച്ച് വെല്ലുവിളികൾ വരിക, അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരിക, നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള മാറ്റങ്ങൾ വരിക, നമ്മൾക്ക് അവിടെ ഒരു പ്രാധാന്യം തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ഒരു ഓഫീസിലെ കുറയുന്നതായിട്ട് തോന്നുന്ന രീതി, അങ്ങനെയൊക്കെ വരുന്നൊരവസ്ഥകൾ കാണാം. ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നിക്ഷേപങ്ങളിലാണ്. നിക്ഷേപങ്ങളുള്ള ആൾക്കാർ നിക്ഷേപങ്ങളിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവർ കാര്യമായിട്ടുള്ള ലാഭവും നിക്ഷേപം കൊണ്ട് ഉണ്ടായില്ലെങ്കിൽ പോലും മുതൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും ഇടപാടുകൾക്ക് റിസ്ക് എടുത്തുള്ള ഒരു തരത്തിലുള്ള ഇടപാടുകൾക്കും മിഥുനം രാശിക്കാർക്ക് 2025 മെയ് മുതൽ 26 ജൂൺ വരെ അനുകൂലമല്ല. അതുകൊണ്ട് നമ്മളൊരു മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ എന്താ പറയുക, ഊഹക്കച്ചവടം അങ്ങനെയുള്ള കാര്യങ്ങളിൽ, സ്പെക്കുലേറ്റീവ് ട്രേഡിങ്ങിലേക്കൊന്നും പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സമയം അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം എല്ലാ കാര്യങ്ങളിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കുന്നതായിരിക്കും നല്ലത്. എടുത്തിയാടി ഒരു കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ തൊഴിൽ, പ്രത്യേകിച്ച് തൊഴിലിൽ നിക്ഷേപങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ, റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കുക. വളരെ ജാഗ്രതയോടെ പ്രവർത്തിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞ അനുകൂല ഫലങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. എന്താ പറയുക, കരിയർ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് അങ്ങനെയുള്ളൊരു ലക്ഷ്യങ്ങൾ വെച്ച് ഈ സമയത്ത് മുമ്പോട്ട് പോകുന്നത് നമുക്കൊരു അമിത പ്രതീക്ഷകൾ തന്നെയാണ് നമ്മുടെ അമിതമായിട്ടുള്ള ദുഃഖങ്ങൾക്കും കാരണം. അത് ഈ ഒരു സമയം നിങ്ങളുടെ ഈ ജന്മത്തിൽ വ്യാഴവും അതുപോലെ തന്നെ കണ്ടകശനിയും ഒത്തുവരുന്ന ഈ സമയത്ത് നമ്മൾ കരിയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗ്രോത്തൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് അത്തരത്തിലൊരു അനുകൂലമായിട്ട് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ പ്രതീക്ഷകളൊന്ന് കുറയ്ക്കാമെന്ന്, അത് നമുക്ക് നന്നായിരിക്കും, നമ്മുടെ മനസ്സമാധാനത്തിനൊക്കെ നന്നായിരിക്കും. അമിത പ്രതീക്ഷകൾ നമ്മൾ അമിതമായിട്ട് ദുഃഖത്തിൽ കൊണ്ടെത്തിക്കും. തൊഴിലിലെ ചെറിയ പ്രതിസന്ധികൾ അതിജീവിച്ച് മുമ്പോട്ട് പോവുക. തൊഴിൽ ഈ കണ്ടകശനി വരുന്നവരോട് ചെറിയ രീതിയിലുള്ള പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട തടസ്സങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അതിജീവിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പൊതുവിൽ ഇവർക്ക് കാണുന്നത് ഒക്ടോബർ മാസം 19-ാം തീയതി വ്യാഴം അതിചാരം സംഭവിച്ച അടുത്ത രാശിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇവരുടെ ധനസ്ഥാനമാണ് ആ രാശി. എന്ന് മാത്രമല്ല, മിഥുനൻ രാശിയുടെ ധനസ്ഥാനമായിട്ട് വരുന്ന കർക്കിടകൻ രാശി വ്യാഴത്തിൻ്റെ ഉച്ചരാശി കൂടിയാണ്. വ്യാഴം ഉച്ചരാശിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ, സാമ്പത്തിക കാര്യങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപങ്ങളിൽ പെട്ടെന്നൊന്ന് അതൊന്ന് ക്ലോസ് ചെയ്തെടുക്കണം. അങ്ങനെ സാമ്പത്തിക ക്രയവിക്രയങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് ഒക്ടോബർ മാസം 19-ാം തീയതിക്ക് ശേഷം ചെയ്യുന്നത് നന്നായിരിക്കും. വ്യാഴം ധനസ്ഥാനമായ 2-ലേക്ക് ഉച്ചനായിട്ട് പോകുന്ന സമയമാണ്. അതിചാരം സംഭവിച്ചാണ് ആ രാശിയിലേക്ക് പോകുന്നത്. അവിടെ മുതൽ ഒരു 4.5 മാസക്കാലത്തേക്ക്, ഒക്ടോബർ മാസം 19-ാം തീയതി മുതൽക്ക് ഏകദേശം ഒരു 4.5 മാസക്കാലം, ഉദ്ദേശം മാർച്ച് മാസം വരെ ഉള്ള ഒരു സമയം ഇവർക്ക് അനുകൂലമായിട്ടാണ് കാണുന്നത് ഈ രാശിക്കാർക്ക്. ആ സമയത്ത് ഇവരുടെ പ്രശ്നങ്ങളുടെ തീവ്രത വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ആ സമയം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ വിനിയോഗിക്കാം. മറ്റ് സമയം, ഈ വർഷത്തിലെ മറ്റ് സമയം ഇവർക്കത്ര അനുകൂലമായിട്ടല്ല കാണുന്നത്. അപ്പോൾ പൊതുവിൽ നോക്കുമ്പോൾ മെയ് മാസം 14 മുതൽക്ക് ഒക്ടോബർ മാസം 19 വരെയുള്ള സമയം വളരെ ശ്രദ്ധിക്കുക. തൊഴിൽപരമായ കാര്യങ്ങളിലും ജീവിത പങ്കാളിയായിട്ടും ബന്ധുക്കളായിട്ടുള്ള കാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കുക. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നിക്ഷേപങ്ങൾ മുതലായവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. റിസ്ക് എടുത്തുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യാതിരിക്കുക. എന്നാൽ ഒക്ടോബർ മാസം 19 മുതൽക്ക് മാർച്ച് വരെയുള്ള സമയം, ഒരു ഏകദേശം 4.5 മാസക്കാല സമയം ഇവർക്ക് പൊതുവിൽ അനുകൂലമായിട്ട് കാണുന്നു. പ്രശ്നങ്ങളുടെ തീവ്രത ഈ സമയത്ത് കുറവായിരിക്കും. എന്തെങ്കിലും സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാവുന്നതാണ്. എങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ പൊതുവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കണ്ടകശനി കർമ്മത്തിലായതുകൊണ്ടിട്ട്. അപ്പോൾ അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. പൊതുവിൽ ക്ഷമയും സഹിഷ്ണുതയും ശീലിക്കുന്നത് നന്നായിരിക്കും. മാർച്ച് മുതൽ ജൂൺ വരെയും അല്പം പ്രതികൂലമായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ മധ്യഭാഗത്തുള്ള ഒരു 4.5 മാസക്കാലം ഈ ഒരു വ്യാഴത്തിൻ്റെ രാശിമാരത്തിൽ മിഥുനൻ രാശിക്കാർക്ക് അത്ര പ്രശ്നമുണ്ടാവാനിടയില്ല. ആ സമയത്ത് ഇവർക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും മറ്റു സമയത്ത് അല്പം പിൻവാങ്ങിയിരിക്കുന്നതാണ് ഈ രാശിക്കാർക്ക് നല്ലത്.
ഇനി നമുക്ക് പരിഹാരങ്ങൾ നോക്കാം. ശനിയും വ്യാഴവും പ്രതികൂല ഭാവത്തിലായതിനാൽ വ്യാഴത്തിൻ്റെ ജന്മരാശിയിലെ സ്ഥിതിക്ക് പരിഹാരമായി ശ്രീകൃഷ്ണപ്രീതി വരുത്തുക. പതിവായിട്ട് അഷ്ടാക്ഷരിയും ദ്വാദശാക്ഷരിയും ജപിക്കുക. ഓം നമോ നാരായണായ നമ എന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവത വാസുദേവായ നമ എന്ന ദ്വാദശാക്ഷരിയും 108 തവണയോ 11 22 33 അങ്ങനെ ക്രമങ്ങളിൽ നിങ്ങളുടെ സമയാനുസരണം ജപിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ സമർപ്പിക്കുക. ശ്രീകൃഷ്ണൻ്റെ കാരകത്വമായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ, മഞ്ഞപ്പട്ട്, മഞ്ഞ വസ്ത്രങ്ങൾ, ഉടയാട എന്നിവ സമർപ്പിക്കാവുന്നതാണ്. മഞ്ഞ പുഷ്പങ്ങൾ, മഞ്ഞ ഫലങ്ങൾ എന്നിവയും സമർപ്പിക്കുന്ന ശ്രീകൃഷ്ണ പ്രീതികരമാണ്. അതുപോലെ തന്നെ വെണ്ണ, തൃക്കൈ വെണ്ണ വഴിപാട് നടത്തുക. പാൽപ്പായസം, ശ്രീകൃഷ്ണന് മാല, താമരമാല, തുളസിമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് ശ്രീകൃഷ്ണ പ്രീതി വരുത്താവുന്നതാണ്. ക്ഷേത്ര ദർശനമാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ക്ഷേത്രത്തിൽ പോവുക, ദർശനം നടത്തിയിട്ട് പ്രാർത്ഥനകൾക്ക് ശേഷം അവിടെ അല്പസമയം ചിലവഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കിയിരിക്കുക. ശാസ്താപ്രീതി, കണ്ടകശനി ദോഷത്തിൻ്റെ പരിഹാരാർത്ഥം ശാസ്താപ്രീതിയും ശിവപ്രീതിയും ഹനുമൽ പ്രീതിയും വരുത്തുക. ഹനുമാൻ ചാലിസ ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ശാസ്താപ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ സമർപ്പിക്കുക. ശാസ്താവിന് എള്ളുപായസം, നീരാഞ്ജനം, നെയ്വിളക്ക്, എള്ളുകിഴി എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക. ശനിയാഴ്ചകളിൽ ശിവന് പിൻവിളക്ക്, ധാര, കുവളമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം കാലദോഷങ്ങളകന്ന് സദ്ഫലങ്ങൾ വർദ്ധിക്കുകയും ദോഷഫലങ്ങൾ കുറയുകയും ചെയ്യും. ഏറ്റവും പ്രധാനമായിട്ട് 2 നേരം പ്രഭാതത്തിലും സായാഹ്നത്തിലും സ്നാനം ചെയ്ത് സാത്വിക ചിന്തകളോടെ സാത്വിക ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏത് ആപത്തുകളും അകന്നു പോകുന്നു, നല്ല ഫലങ്ങൾ വർദ്ധിക്കുമെന്നും മനസ്സിലാക്കിയിരിക്കുക. ഈ ക്ഷേത്രദർശനം ചെയ്യുന്ന ദിവസങ്ങളിൽ ആ ദിവസവും അതിൻ്റെ തലേദിവസവും നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക. നിങ്ങൾ പൊതുവിൽ ഈ രാശിക്കാർ ശനിയും വ്യാഴവും നോൺ വെജ് ഭക്ഷണം ഒരു വർഷത്തേക്ക് ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിഹാര കാര്യങ്ങൾ. അതുപോലെ തന്നെ കുലദൈവങ്ങൾ, ധർമ്മദൈവ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നത് ഏതൊരു കാലദോഷത്തെയും അതിജീവിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ അമാവാസി ദിവസങ്ങളിൽ പിതൃപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ട പരിഹാരങ്ങളും പൊതുവിലുള്ള സമയത്തിൻ്റെ ഒരു ഗതിയും. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യാം. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പം ഇതിൻ്റെ രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈശ്വരൻ എല്ലാ അനുഗ്രഹവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.